ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പാർട്ട് 5 ആണ്. അപ്പോൾ പാർട്ട് 4 വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ നോട്ട്സും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാത്തവരും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പനി അക്കൗണ്ട്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷെയർ ഇഷ്യൂ എന്ന ഭാഗമാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഷെയർ ഇഷ്യൂവിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മൾ കണ്ടു. ഷെയർ ക്യാഷിന് ഇഷ്യൂ ചെയ്യുമ്പം അത് പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ചെയ്യാം. ഈ ഒരു 3 ഓപ്ഷനാണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയെന്നതാണ് നമ്മൾ പാർട്ട് 4 മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്നാൽ എന്താണ്, അതിൻ്റെ ജേണൽ എൻട്രീസ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സോൾവ്ഡ് പ്രോബ്ലം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിക്കൊണ്ട് എന്താണ് വാട്ട് ഈസ് ദി ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, എന്താണ് പ്രീമിയത്തിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, വെൻ ഷെയർസ് ആർ issued at a price higher than their face value. ഷെയറുകൾ അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ ഉയർന്ന വിലക്ക്, ഇത് നമ്മൾ മനസ്സിലാക്കിയതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് പറയാം. ഷെയറുകൾ അതിൻ്റെ ഫേസ് വിലയേക്കാൾ കൂടുതൽ വിലക്ക് വിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്ന ഇഷ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീമിയത്തിൽ ഓഹരികൾ ഇഷ്യൂ ചെയ്യലെന്ന് പറയുന്നത്. അപ്പോൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് പറയും. അതായത് ഇപ്പോൾ 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ അത് ഇപ്പോൾ 12 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ 10 രൂപ എന്നുള്ളതാണ് അതിൻ്റെ ഫേസ് വാല്യൂ. അത് 12-ന് വിറ്റാൽ ഫേസ് വാല്യൂ 10-നേക്കാൾ കൂടുതൽ 2 രൂപ എക്സ്ട്രാ വാങ്ങിച്ചാലോ, ആ വാങ്ങിച്ച എക്സ്ട്രാ വാങ്ങിക്കുന്നതാണ് അവിടെ പ്രീമിയം, ഷെയർ പ്രീമിയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ നൽകുന്ന ഇഷ്യൂവിനാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, then let us see what is share premium. അപ്പോൾ മനസ്സിലാക്കി, the excess amount so received over the face value is called share premium. ഈ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് റിസീവ് ചെയ്യുന്ന ആ എക്സസ് എമൗണ്ട്, അധികമുള്ള എമൗണ്ട്, ഇപ്പോൾ 10 രൂപയുടെ 12-ന് കൊടുത്താൽ 2 രൂപ എക്സ്ട്രാ ആണ്. സച്ച് എക്സ്ട്രാ എമൗണ്ട് ഈസ് കോൾഡ് ഷെയർ പ്രീമിയം. അതിനാണ് നമ്മൾ ഓഹരി പ്രീമിയം എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ഈ ഷെയർ പ്രീമിയം, the premium so received should be credited to a separate account called securities premium reserve account. അപ്പോൾ ഇങ്ങനെ റിസീവ് ചെയ്യുന്ന ഈ ഒരു പ്രീമിയം തുക നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. ആ അക്കൗണ്ടിൻ്റെ പേരാണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു തുക, ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും അതിലേക്ക് ഈ എമൗണ്ട് മാറ്റുകയും ചെയ്യുന്നു. ഇനി ഇതിനെ, ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, അത് ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത്. അത് വരുന്നത് ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഇക്വിറ്റി എന്നുള്ള ആ ഒരു ഹെഡിൻ്റെ താഴെയാണ് അത് കാണിക്കുക. അതിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഏരിയ വരുന്നുണ്ട്. അതായത് ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി ഒക്കെ വരുന്ന, ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി വരുന്ന ഭാഗം ഉണ്ടല്ലോ, പിന്നെ അസറ്റ് സൈഡും അല്ലേ നമ്മൾ സൈഡായിട്ട് പറയുമ്പോൾ വരുന്നത്. അപ്പോൾ അതിൽ ഇക്വിറ്റി എന്ന ആ ഭാഗത്ത്, അതിനകത്ത് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഒരു സബ് ഹെഡ് വരും. ഈ സബ് ഹെഡിനകത്താണ് നമ്മൾ ഈ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നുള്ളത് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ. പിന്നീട് നമുക്കവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതിൽ എഴുതിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ന്യൂ കമ്പനിയാണ് എങ്കിൽ അതിന് സാധാരണഗതിയിൽ പ്രീമിയം ഷെയറുകൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ന്യൂ കമ്പനി മീൻസ് എ കമ്പനി which is 12 years of which has not completed 12 years of operation. 12 months of operation. 12 മാസത്തെ പ്രവർത്തനം പൂർത്തിയാക്കാത്ത കമ്പനിയാണ് നമ്മളൊരു പുതിയ കമ്പനി എന്ന രീതിയിൽ പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടാവില്ല, അവരുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെൻറ്റ്സും ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് സച്ച് കമ്പനി കനോട്ട് ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു റൂള്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഈ ഒരു ഷെയർ പ്രീമിയം, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഇത് എന്തിനെല്ലാം യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 52 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013,
the share premium so collected may be applied only for the following purposes. ഇപ്പോൾ ഇവിടെ കുറച്ച് ലക്ഷ്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഷെയർ പ്രീമിയം അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം റിസർവിനെ ഈ താഴെ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവൂ എന്നുള്ളതാണ്. അതിലൊന്ന് പറയുന്നത് ടു ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈസ ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം ടു റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകളാണെന്ന് വിചാരിക്കുന്നു. പ്രിലിമിനറി എക്സ്പെൻസ് അറിയാം, നേരത്തെ പറഞ്ഞ ബോണസ് ഷെയറുകൾ അറിയാം, അല്ലെ ഒരു കമ്പനിക്ക് ഷെയറുകൾ ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്. അതിന് സർപ്ലസ് ആയിട്ടുള്ള സഫീഷ്യൻറ്റ് സർപ്ലസ് ഒക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ, റിസർവ്സ് ഒക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ബോണസ് ഷെയറുകൾ കൊടുക്കാം. കാരണം ഈ ഒരു ഷെയർ പ്രീമിയം എന്നുള്ള ഡിവിഡൻഡ് കൊടുക്കാൻ, നേരിട്ട് ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ പറയുന്നത് ടു റൈറ്റ് ഓഫ് ദി എക്സ്പെൻസസ് ഓഫ് ഓർ കമ്മീഷൻ പെയ്ഡ് ഓർ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് കമ്പനിയുടെ ഡിബഞ്ചറുകളോ ഷെയറുകളോ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന എക്സ്പെൻസസ്, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കൊടുക്കേണ്ടുന്ന കമ്മീഷൻ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണ് ഈ ഷെയറുകളും ഡിബഞ്ചറുകളും ഒക്കെ ഇഷ്യൂ ചെയ്യുന്നതിൽ അത്, അപ്പോൾ ഒക്കെ കമ്പനിക്ക് ഒരു ലോസ് ആണല്ലോ വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ കമ്പനി ഷെയറുകളോ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് വരുന്ന എക്സ്പെൻസോ അതിന് വേണ്ടി വരുന്ന കമ്മീഷനോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വന്നിട്ടുള്ള ഡിസ്കൗണ്ടോ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഈ തുക ഉപയോഗിക്കാം. ഇനി ഫോർത്ത് കൊണ്ട് വരുന്നത് ടു പേ പ്രീമിയം പേബിൾ ഓൺ ദ റിഡംഷൻ ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. റെഡീമബിൾ ആയിട്ടുള്ള നേരത്തെ അത് പഠിച്ചു ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ. റെഡീം ചെയ്യാൻ പറ്റുന്ന, അതായത് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ആ ഷെയറുകൾ നമ്മൾ തിരിച്ചു വാങ്ങിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രീമിയം കൊടുക്കേണ്ടി വരും. പ്രീമിയത്തിലാണ് റിഡംഷൻ ചെയ്യുന്നത് എങ്കിൽ ആ സമയത്തുള്ള പ്രീമിയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലെ എമൗണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ഷെയർ ആവട്ടെ അല്ലെങ്കിൽ ഡിബഞ്ചർ ആവട്ടെ. ഇനി അഞ്ചാമത്തെ കേസ് ടു ബൈ ഇറ്റ്സ് ഓൺ ഷെയർസ്. അത് നമ്മൾ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയും. ഒരു കമ്പനി അതിൻ്റെ തന്നെ ഷെയറുകൾ മാർക്കറ്റിൽ നിന്ന്, ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സാഹചര്യത്തിൽ അതിന് വേണ്ടിയിട്ടും ദ കമ്പനി ക്യാൻ യൂസ് ഷെയർ പ്രീമിയം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പർപ്പസസിന് വേണ്ടി മാത്രമേ ഷെയർ പ്രീമിയം അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷെയർ പ്രീമിയം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഷെയർ പ്രീമിയം എമൗണ്ട് നമ്മൾ എങ്ങനെ, ഏത് സമയത്ത് റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷെയറുകൾ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതലുള്ള ഒരു വിലക്ക് ഇഷ്യൂ ചെയ്യുക എന്നതാണ് ഈ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ പ്രീമിയം എന്നുള്ള തുക കിട്ടും. മനസ്സിലായല്ലോ? പ്രീമിയം തുകയും കിട്ടും, ഷെയറിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും, ഫേസ് വാല്യൂ അതും കിട്ടും, അതിനോട് കൂടെ പ്രീമിയവും കിട്ടും. അപ്പോൾ ഇത് ഏതൊരു സ്റ്റേജിലാണ് നമ്മൾ ഈ പ്രീമിയം കളക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറ്റ് മേ ബി റിസീവ്ഡ് എയ്തർ അലോങ് വിത്ത് ആപ്ലിക്കേഷൻ മണി. ഇവിടെ കാണാം, ഒന്നുകിൽ അത് ആപ്ലിക്കേഷൻ മണിയോട് കൂടെ തന്നെ പ്രീമിയവും കളക്ട് ചെയ്യും, ഓർ അലോട്ട്മെന്റ് മണി, അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണി കളക്ട് ചെയ്യുന്ന സമയത്ത് കളക്ട് ചെയ്യും, ഓർ കോൾ മണി, അല്ലെങ്കിൽ കോൾ മണി കളക്ട് ചെയ്യുന്ന സമയത്ത്. ഈ 3 സ്റ്റേജാണല്ലോ ഉള്ളത്, ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ് ആൻഡ് കോൾ. അപ്പോൾ ഈ 3-ൽ ഏത് സ്റ്റേജിന്റെ കൂടെയും അത് കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓർ പാർട്ട്ലി വിത്ത് ആപ്ലിക്കേഷൻ മണി ആൻഡ് പാർട്ട്ലി വിത്ത് അലോട്ട്മെന്റ് മണി, അല്ലെങ്കിൽ ഭാഗികമായിക്കൊണ്ട്, അതായത് കുറച്ച് എമൗണ്ട് പ്രീമിയത്തിൽ ഇപ്പോൾ 10 രൂപയാണെങ്കിൽ അതിൽ 5 രൂപ ആപ്ലിക്കേഷൻ മണിയോടൊപ്പവും ബാക്കിയുള്ള 5 രൂപ അലോട്ട്മെന്റ് മണിയോടൊപ്പവും അങ്ങനെയും കളക്ട് ചെയ്തേക്കാം. ഓക്കെ, ഇനി നോർമൽ കേസിൽ ഇറ്റ് ഈസ് യൂഷ്വലി പേയബിൾ വിത്ത് ദി അലോട്ട്മെന്റ് മണി. സാധാരണഗതിയിൽ കണ്ടുവരുന്നത് എങ്ങനെയാണ്? അലോട്ട്മെന്റ് മണിയുടെ കൂടെയാണ് കളക്ട് ചെയ്യുന്നത്. ഇനി ഒന്നും പറഞ്ഞില്ല എങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കുമ്പം പ്രീമിയം ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ പ്രീമിയം ഏതിനോട് കൂടെ കളക്ട് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അവൈലബിൾ അല്ല എങ്കിൽ, അതാണ് ഇഫ് നത്തിങ് ഈസ് സ്പെസിഫൈഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇഫ് നത്തിങ് ഈസ് സ്പെസിഫൈഡ് ഇറ്റ് ഈസ് ഡീംഡ് ടു ഹാവ് ബീൻ റിസീവ്ഡ് വിത്ത് അലോട്ട്മെന്റ് മണി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അലോട്ട്മെന്റ് മണിയോട് കൂടെ ആണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് രീതിയിൽ വേണം അത് ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, then the entry for recording premium is as follows. ഇനി അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ആണ് മനസ്സിലാക്കാനുള്ളത്. പ്രീമിയം വന്നാൽ അത് എങ്ങനെ റെക്കോർഡ് ചെയ്യും? അതുകൊണ്ട് 2 സിറ്റുവേഷനാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഒന്ന്,
ആപ്ലിക്കേഷൻ മണിയോട് കൂടെയാണ് പ്രീമിയം കിട്ടുന്നതെങ്കിൽ, രണ്ടാമത്തത് അലോട്ട്മെന്റ് മണിയോട് കൂടെയാണ് കിട്ടുന്നതെങ്കിൽ, ആ ഒരു പ്രധാനപ്പെട്ട രണ്ട് കേസുകളാണ്. സോ ലെറ്റ് us see how we will treat the premiums received when it is with the application money. ആപ്ലിക്കേഷൻ മണിയോട് കൂടെയാണ് പ്രീമിയം റിസീവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രീമിയം പേയബിൾ ആയിട്ടുള്ളത് എങ്കിൽ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? ആദ്യം വരുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നത്. സാധാരണ ജേർണൽ എൻട്രി അങ്ങനെയാണല്ലോ, ആപ്ലിക്കേഷൻ വിളിക്കുന്നു, ആപ്ലിക്കേഷൻ പൈസ ആളുകൾ അടക്കും. അപ്പോൾ നമുക്ക് ബാങ്കിൽ പൈസ വരും. ബാങ്കിൽ പൈസ വരുമ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ബാങ്കിൽ പൈസ വരുന്നു, ആപ്ലിക്കേഷൻ പൈസ ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ അത് മാത്രമേ എഴുതുന്നുള്ളൂ ആ സമയത്ത്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യുന്നത്, അവിടെ പ്രീമിയം അക്കൗണ്ട് അവിടെ ക്രെഡിറ്റ് വരുന്നില്ല. അടുത്ത സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു പ്രീമിയം അക്കൗണ്ടിന് ക്രെഡിറ്റ് വരുന്നത്. കാരണം ആദ്യം നമുക്ക് ഈ പൈസ കിട്ടുമ്പോൾ നേരിട്ട് പ്രീമിയം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആരെങ്കിലും ഇതിന് അർഹരല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ എക്സസ് ആപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രീമിയം തുക ഉൾപ്പെടെ റിട്ടേൺ ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തുല്യമായിട്ടൊരു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് സ്റ്റേജിൽ. അത് നമ്മൾ ഇനി ഇവിടെ ഷെയർസ് അലോട്ട് ചെയ്യുന്ന സമയത്താണ് അത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അത് കാണാം, ബി എന്നുള്ള ഓപ്ഷൻ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വെൻ ഷെയർസ് ആർ അലോട്ടഡ്, ഷെയർ അലോട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ വന്ന ആപ്ലിക്കേഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, അതിന് ഡെബിറ്റ് ചെയ്യും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ആ ടോട്ടലും എമൗണ്ട് വെച്ചിട്ട്. ഇവിടെ ടോട്ടൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഫേസ് വാല്യൂ പ്ലസ്, അതായത് ആപ്ലിക്കേഷൻ മണി വരുമല്ലോ, ഫേസ് വാല്യൂവിന്റെ ഭാഗമായിട്ടുള്ള ആപ്ലിക്കേഷൻ മണി, ആ ആപ്ലിക്കേഷൻ മണി പ്ലസ് എമൗണ്ട് ഓഫ് പ്രീമിയം ആണ്. അതാണ് വിത്ത് ടോട്ടൽ എന്ന് പറയുന്നത്, രണ്ടും കൂടെ ചേർന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇതിവിടെ ഡെബിറ്റ് ചെയ്യും. പിന്നെ ടു ഷെയർ ക്യാപിറ്റൽ, ഇതാണ് നോർമൽ എൻട്രി. ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് നോർമൽ എൻട്രി. ഇത് ഞാൻ വീണ്ടും പറയുന്നു, നേരത്തെയുള്ള ഫസ്റ്റ് സ്റ്റേജിലുള്ള എൻട്രീസ് നന്നായിട്ട് മനസ്സിലാക്കണം, അപ്പോഴേ ഇത് നമുക്കൊന്നും കൂടെ ഒരു ക്ലാരിറ്റി വരുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി ബാങ്ക് ടു ഷെയർ ആപ്ലിക്കേഷൻ. ഇനി അതിനെ നമ്മൾ അലോട്ട് ചെയ്യുന്ന ആ സമയത്തിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഈ ആപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ എൻട്രി തന്നെയാണ് ഇത്. അത് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന എൻട്രി. ഇനി ഇവിടെ റിസർവ് വരുന്ന കേസ് വരികയാണ്, പ്രീമിയം വരുന്ന കേസ് വരുന്നു. എക്സസ് ആപ്ലിക്കേഷൻ വന്നാൽ അത് റീഫണ്ടും വരികയാണെങ്കിൽ എങ്ങനെ വരുന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് കോമ്പൗണ്ട് എൻട്രി ആക്കിയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് വിത്ത് ആപ്ലിക്കേഷൻ മണി. ആപ്ലിക്കേഷൻ തുക എത്രയാണെങ്കിൽ അത് മാത്രമാണ്, ആപ്ലിക്കേഷൻ മണി മാത്രമാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? ആപ്ലിക്കേഷൻ പൈസ ഉണ്ടാവും, അതോടൊപ്പം പ്രീമിയം ഉണ്ടാവും. എന്നിട്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയിട്ട് എന്ത് മാത്രമേ ചെയ്യാവൂ? ആപ്ലിക്കേഷൻ മണിയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ പ്രീമിയം തുക കിടക്കുന്നുണ്ടാവും, അതിനെ ഇതിലേക്കും മാറ്റും. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ആ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, അതിലേക്ക് തുക മാറ്റുന്നു വിത്ത് പ്രീമിയം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി എക്സസ് ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ റിജക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പം ഈ പൈസ ഇവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ടു ബാങ്ക് എന്ന് വരും, കാരണം ബാങ്കിൽ നിന്ന് പൈസ പോവും, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. സോ വി ക്രെഡിറ്റ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ ടു ബാങ്ക്, ഷെയർ ആപ്ലിക്കേഷൻ ടു ബാങ്ക് മീൻസ് ബാങ്കിൽ വഴി ആ ആപ്ലിക്കേഷൻസ് റീഫണ്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയ കണ്ടല്ലോ, റീഫണ്ട് ടു റിജക്റ്റഡ് ആപ്ലിക്കൻസ്, ആപ്ലിക്കേഷൻ നിരസിച്ച ആളുകൾക്ക് റീഫണ്ട് പോകും, അവരുടെ അടച്ച പൈസ തിരിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. ഇതാണ് ഒന്നാമത്തെ കേസിൽ വരുന്നത്. ഏത് കേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? ആപ്ലിക്കേഷൻ ആ സമയത്ത് സെക്യൂരിറ്റി പ്രീമിയം റിസീവ് ചെയ്യുകയാണെങ്കിലാണ് ഇങ്ങനെ വരുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നമ്മൾ നോർമലി ഇങ്ങനെയാണ് വരിക. പ്രീമിയം ഈസ് പേയബിൾ വിത്ത് അലോട്ട്മെന്റ് മണി. അലോട്ട്മെന്റ് മണിയോട് കൂടെയാണ് പ്രീമിയം പേയബിൾ ആയിട്ട് വരുന്നതെങ്കിൽ അതിൽ രണ്ട് സിറ്റുവേഷനാണ്. അലോട്ട്മെന്റ് ഡ്യൂ ആവും. ഡ്യൂ ആകുമ്പോൾ നമ്മൾ എന്ത് എഴുതും? നോർമൽ എൻട്രി എന്താണ്? ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ക്യാപിറ്റൽ, ഇതാണ് നോർമൽ എൻട്രി. അപ്പോൾ ഇതിൽ പ്രീമിയം വരുന്നത് കൊണ്ട് ആ പ്രീമിയം അക്കൗണ്ട് കൂടെ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അവിടെ വിത്ത് ടോട്ടലാണ് വരിക, കാരണം ഡെബിറ്റും രണ്ട് ക്രെഡിറ്റും വരുമ്പോൾ ഈ ഡെബിറ്റ് അത് രണ്ടും കൂടെ ടോട്ടൽ ആവുമല്ലോ, രണ്ട് ക്രെഡിറ്റിന്റെ ടോട്ടലാണ് ഡെബിറ്റിൽ വരേണ്ടത്. അപ്പോൾ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ വിത്ത് ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുമ്പോൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയതും പ്ലസ് എന്നും കൂടെ വരും, ഈ പ്രീമിയം തുക കൂടെ ഒന്നിച്ച് വരും, അതുകൊണ്ടാണ് വിത്ത് ടോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അതിലെന്ത് വരും? അലോട്ട്മെന്റ് മണി എത്രയാണോ ഡ്യൂ ആയിട്ടുള്ളതെങ്കിൽ അത് മാത്രമാണ് അവിടെ വരുന്നത്, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നീട് വരുന്നത് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടാണ് നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ, കാരണം അലോട്ട്മെന്റ് മണി ഈ അലോട്ട്മെന്റിന്റെ സമയത്താണ് ഈ പ്രീമിയം നമ്മൾ റിസീവ് ചെയ്യുന്നത്.
ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ വിത്ത് പ്രീമിയം, ഇത് രണ്ടും കൂടെ വരില്ല. ആപ്ലിക്കേഷൻ്റെ കൂടെ അലോട്ട്മെന്റ് കൂടെ വരില്ല. അത് പാർട്ടായിട്ട് റിസീവ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ വരും. നോർമലി അങ്ങനെ ക്വസ്റ്റ്യനിൽ വരാറില്ല. ഒന്നുകിൽ ആപ്ലിക്കേഷൻ്റെ കൂടെ അല്ലെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെ. നോർമൽ വരുന്നത് യൂഷ്വലി എങ്ങനെയാണ്, അലോട്ട്മെന്റ് മണിയുടെ കൂടെയാണ് വരിക. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് മിക്കവാറും ചെയ്യേണ്ടി വരിക. ഇനി ഈ അത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്ന സമയത്താണ്. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. ബാങ്കിൽ പൈസ വന്നു, അലോട്ട്മെന്റ് പൈസ വന്നു എന്ന രീതിയിൽ നമുക്ക് അതിന് എൻട്രി മനസ്സിലാക്കാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്രയാണോ മൊത്തം തുക വന്നത്, അതായത് ഇവിടെ ബാങ്കിൽ എന്താ വരുന്നത്, അലോട്ട്മെന്റ് മണി, ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടുള്ള അലോട്ട്മെന്റ് തുക വരും, പ്ലസ് അതിനോട് കൂടെ പ്രീമിയവും വരും. ഇത് രണ്ടും കൂടെ ചേർത്താണ് ആ ഒരു ഷെയർ ഹോൾഡർ അവിടെ കമ്പനിയിലേക്ക് അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബാങ്കിൽ അത് മൊത്തത്തിൽ വരും. അപ്പോൾ ബാങ്കിൽ എമൗണ്ട് കാണിക്കുമ്പോൾ വിത്ത് ടോട്ടലാണ് കാണിക്കേണ്ടത്. അതിലെന്തുണ്ടായിരിക്കും, ഷെയർ ക്യാപിറ്റലിന്റെ പാർട്ടായിട്ടുള്ള അലോട്ട്മെന്റ് മണി ഉണ്ടായിരിക്കും, പ്ലസ് പ്രീമിയം കൂടെ ചേർത്ത് ടു ഷെയർ അലോട്ട്മെന്റ്, അവിടെയും ടോട്ടലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ വെച്ച് ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ഷെയർ അലോട്ട്മെന്റ് മൊത്തം വെച്ച് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആദ്യം, അതിനോട് വെച്ച് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ കേസിൽ വരുന്ന ജേണൽ എൻട്രീസ്. ഇനി നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോബ്ലം ഒരു എക്സാമ്പിളാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഇഷ്യൂഡ് 5000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 5000 ഷെയറുകളാണ് എക്സ് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്നത്. 10 രൂപയാണ് ഒരു ഷെയറിന്റെ വില. അങ്ങനെയുള്ള 5000 ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. അത് പ്രീമിയത്തിലാണ്, അറ്റ് എ പ്രീമിയം ഓഫ് ₹5 പെർ ഷെയർ. ഒരു ഷെയറിന്റെ കൂടെ 5 രൂപ പ്രീമിയം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 രൂപ പ്രീമിയം കൂടെ ചേർത്താണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് 15 രൂപയാണെന്ന് അർത്ഥം. ദി എമൗണ്ട് വാസ് പേബിൾ ആസ്, ഇനി അത് എമൗണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നാണ് കാണിക്കുന്നത്. ₹3 ഓൺ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷന്റെ കൂടെ 3 രൂപ കളക്ട് ചെയ്യും. ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് കേട്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം ഇവിടെ എങ്ങനെയാണ് ഒന്നിച്ചല്ല കിട്ടുന്നത്, ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. അപ്പോൾ ആപ്ലിക്കേഷന്റെ കൂടെ 3 രൂപ കളക്ട് ചെയ്യുന്നു. 7 ഓൺ അലോട്ട്മെന്റ്. അലോട്ട്മെന്റിന്റെ കൂടെ 7 രൂപയും കളക്ട് ചെയ്യുന്നു. ഇവിടെ കണ്ടോ ബ്രാക്കറ്റിൽ എന്ത് കാണിച്ചു, ഇൻക്ലൂഡിങ് പ്രീമിയം എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റിന്റെ കൂടെ എന്തുണ്ട്, പ്രീമിയം കൂടെ ചേർത്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അലോട്ട്മെന്റ് മണി ആക്ച്വലി എത്രയാണ്, പ്രീമിയം നമുക്ക് 5 ആണെന്ന് അറിയാലോ, അലോട്ട്മെന്റ് മൊത്തത്തിൽ വരുന്നത് 7. അപ്പോൾ 7ൽ 5 പ്രീമിയമാണ്. അപ്പോൾ ബാക്കിയുള്ള 2 അലോട്ട്മെന്റ് മണി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അലോട്ട്മെന്റ് പൈസ ശരിക്കും ഉള്ളത് 2 രൂപ, ആപ്ലിക്കേഷന്റെ കൂടെ ഉള്ളത് 3 രൂപ. അപ്പോൾ 3ഉം 2ഉം 5 രൂപയാണ് ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് വരുന്നത്. മൊത്തം വാല്യൂ 10 ആണല്ലോ പറഞ്ഞത്. അപ്പോൾ എത്രയും കൂടെ ഇനി കളക്ട് ചെയ്യാനുണ്ട്, 5ഉം കൂടെ കളക്ട് ചെയ്യാനുണ്ട്. പ്രീമിയം കൂട്ടാതെ 5ഉം കൂടെ കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ അത് ബാലൻസ് പറഞ്ഞില്ല. ഇവിടെ ബാലൻസ് ഇങ്ങനെ പറഞ്ഞത് എന്താണ്, ആൻഡ് ദ ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എന്നാണ്. ബാക്കിയുള്ളത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന്റെ പുറത്തും അല്ലെങ്കിൽ അതിനോട് കൂടെയും റിസീവ് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് ബാലൻസ് എന്നുള്ളത് കണ്ടുപിടിക്കണം നമ്മൾ. 10 ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 3 ആപ്ലിക്കേഷൻ്റെ കൂടെയും 2 അലോട്ട്മെന്റ് കൂടെയും ആണ്. അപ്പം 5 ബാക്കി 10ൽ 5 ഉണ്ട്. ആ 5 രൂപയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിന്റെ കൂടെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ 7ഉം 3ഉം 10ഉം 5ഉം ചേർത്ത് 15 ഇപ്പോൾ പ്രീമിയം ഉൾപ്പെടെയുള്ള വാല്യൂടെ വന്നല്ലോ ടോട്ടൽ. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓൾ ഷെയർസ് വെർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ആൻഡ് ഓൾ മണി ഡ്യൂലി റിസീവ്ഡ്. എല്ലാ പൈസയും കിട്ടി, എല്ലാ ആളുകളും ആളുകൾ വാങ്ങിച്ചു. ഷോ ദ ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബുക്സിൽ ജേണൽ എൻട്രികൾ കാണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, അതിൻ്റെ ആൻസർ ചെയ്യുന്നു, ജേണൽ വരയ്ക്കുന്നു. നോർമൽ പോലെ തന്നെ ഡേറ്റ് കോളം വരും, പിന്നെ പർട്ടിക്കുലർ കോളവും 2 എമൗണ്ട് കോളവും വരുന്നു. ആദ്യം വരുന്നത് എന്തായിരിക്കും, ആപ്ലിക്കേഷൻ പൈസ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ടുന്ന കാര്യം എന്താണ്, ആപ്ലിക്കേഷൻ എത്രയാണ്, 3 രൂപ. ജേണൽ എൻട്രി എന്ത് വരും, ആപ്ലിക്കേഷൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇത് ബേസിക് എൻട്രി ആണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഇപ്പോൾ നരേഷൻ നോക്കുക, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, ഈ RECD എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൺ 5000 ഷെയർസ്, 5000 ഷെയറുകളല്ലേ പറഞ്ഞേ. 5000 ഷെയറിന്റെ പുറത്ത് ആപ്ലിക്കേഷൻ 3 രൂപ വെച്ചിട്ട് റിസീവ് ചെയ്യുന്നു, ₹3 പെർ ഷെയർ. അപ്പോൾ എത്ര വരും, 3 × 5000 15,000. ഇവിടെ എമൗണ്ട് കോളത്തിൽ ഡെബിറ്റിലും ക്രെഡിറ്റിലും 15,000 വെച്ച് എഴുതുന്നു. ഇത് മനസ്സിലായല്ലോ, ആപ്ലിക്കേഷൻ പൈസ 5000 ഷെയറിന്റെ പുറത്ത് 3 രൂപ വെച്ച് കിട്ടി. ഇനി ഈ ആപ്ലിക്കേഷനെ നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നോർമൽ പോലെ ചെയ്യുന്നു. ഈ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റൽ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇതേ എമൗണ്ട് തന്നെ 15,000. അപ്പോൾ ഒന്നാമത്തെ കേസ് അവിടെ അവസാനിച്ചത്. പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, കാരണം പ്രീമിയം വരുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ അല്ല. ഇനി നമുക്ക് പ്രീമിയം വരുന്ന അലോട്ട്മെന്റ് കൂടെ. ഇനി അലോട്ട്മെന്റ് പണി ഡ്യൂ ആണെന്ന് കാണിക്കണം. അവിടെ പ്രീമിയം നമ്മൾ ശ്രദ്ധിക്കണം. നോർമൽ എങ്ങനെയാണ് വരുന്നത്, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ, എമൗണ്ട് അവിടെ നിൽക്കട്ടെ, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ
അടുത്ത എൻട്രി നോർമൽ കേസിൽ എങ്ങനെ വരും? ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രീമിയം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രീമിയം അക്കൗണ്ട് കൂടെ നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യും. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. കാരണം എന്താണ്? അലോട്ട്മെന്റ് മണിയുടെ കൂടെയാണ് പ്രീമിയവും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ട് ഡ്യൂ ആയതായിട്ട് കാണിക്കണം. അപ്പോൾ എത്രയാണ് ഷെയർ അലോട്ട്മെന്റിന് നേരെ എഴുതേണ്ടത്? 7 രൂപയാണ് അലോട്ട്മെന്റ് മൊത്തത്തിൽ. അപ്പോൾ 7 രൂപ മൊത്തം ഡ്യൂ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അലോട്ട്മെന്റ് കൂടെ 5000 ഇൻറ്റു 7 വരിക. ഇവിടെ നമ്മളോട് നരേഷനിൽ നോക്കിയാൽ പറഞ്ഞ കാര്യം എന്താണ്? അലോട്ട്മെന്റ് മണി ഡ്യൂ ഓൺ 5000 ഷെയർസ് അറ്റ് ₹2 പെർ ഷെയർ. അലോട്ട്മെന്റിന്റെ മാത്രമായിട്ട് 2 രൂപയാണ് 5000 ഷെയറിന്റെ പുറത്ത്. അത് ഷെയർ ക്യാപിറ്റൽ നേരെ അതാ കാണിക്കുക 10000. 5000 ഇൻറ്റു 2 10000. കാരണം ഇതാണ് ആക്ച്വലി ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടുള്ള തുക 2 രൂപയാണ്. ബാക്കി വന്ന 5 പ്രീമിയം തുകയാണ്. അപ്പൊ 5 ഇൻറ്റു 5 25,000. അത് സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് നേരെ കാണിക്കും. 5 ഇൻറ്റു 5000. ഇത് രണ്ടും കൂടെ ചേർത്ത് ടോട്ടൽ തുക 7 രൂപ വെച്ച് വരും. 7 ഇൻറ്റു 5000 35,000. അങ്ങനെ അത് അലോട്ട്മെന്റ് കൂടെയും കാണിക്കും. അപ്പൊ മൊത്തത്തിൽ ഇത് നമുക്ക് എന്താ മനസ്സിലാക്കാം? അലോട്ട്മെന്റ് പണിയായിട്ട് 35,000 രൂപ കിട്ടാനുണ്ട്. അതില് ഷെയർ ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടുള്ള 10,000-ഉം സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് 25,000-ഉമാണ് അത് കിട്ടാനുള്ളത്. ഇതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യും? ആ പൈസ കിട്ടുന്നു. പൈസ കിട്ടുമ്പോൾ നോർമൽ എൻട്രി തന്നെ വരും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. അപ്പോൾ ബാങ്കിൽ എത്ര വരും പൈസ? 10,000-ഉം ആ 25,000-ഉം ചേർത്ത് 35,000 ആളുകൾ അടക്കുന്നു. അപ്പോൾ 35,000 രൂപ ബാങ്കിൽ വരും. ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് 35,000 തന്നെ. നേരത്തെയുള്ള ഷെയർ അലോട്ട്മെന്റ് ഡെബിറ്റ് ചെയ്തിരുന്നത് ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ നരേഷൻ കണ്ടോ? അലോട്ട്മെന്റ് മണി എലോങ് വിത്ത് ഷെയർ പ്രീമിയം റിസീവ്ഡ്. ഷെയർ പ്രീമിയം ഉൾപ്പെടെയുള്ള അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അതോടുകൂടെ ആ പ്രീമിയത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള തുക എന്നാണ് പറഞ്ഞത്. ബാക്കി നമ്മൾ മനസ്സിലാക്കിയാൽ 5 രൂപ കൂടെയാണുള്ളത്. അത് ഏതിനോട് കൂടെ കളക്ട് ചെയ്യും? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിനോട് കൂടെ. ഇതിന്റെ അർത്ഥം എന്താ? ഒറ്റ കോളേ ഉള്ളൂ. ആദ്യത്തും അവസാനത്തുമായിട്ട് ഒറ്റ കോളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നു? ഇത് നേരത്തെ മനസ്സിലാക്കിയതാണ്. ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെപ്റ്റർ. ഈ ഫൈനൽ കോൾ എന്നുള്ളതിനോട് ചേർന്ന് വരാനുള്ള കാരണം എന്താണ്? ഇവിടെ ഒറ്റ കോളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് മാത്രം എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റിന് ശേഷം വീണ്ടും ഉണ്ട് എന്നാണ് എൻ്റെ ഉദ്ദേശം. പക്ഷെ ഇവിടെ ഇതില്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നോർമൽ എൻട്രി. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? 5000 ഷെയറുകൾ തന്നെ ഇൻറ്റു ബാലൻസ് ഉള്ള 5 രൂപയല്ലായിരുന്നു? 5 രൂപ വെച്ചിട്ട്. അപ്പോൾ 25,000 രൂപ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആയി എന്ന് കാണിക്കുന്നു. അടുത്തതായിട്ട് ഈ പൈസ റിസീവ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. അത് 20,000 രൂപ അവർക്ക് കിട്ടി. അപ്പോൾ നരേഷൻ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ്ഡ്. അത്രയേ ഉള്ളൂ. ഇതോടുകൂടെ ആ മൊത്തം ആ ഒരു പ്രോസസ്സിന്റെ ആ 3 സ്റ്റേജിലേക്കുള്ള ജേണൽ എൻട്രീസ് അവസാനിച്ചു. ഇനി ഇതിനോടനുബന്ധമായിട്ട് 2 പ്രധാന ലെഡ്ജർ അക്കൗണ്ട്സും ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് എന്ന് വരുന്ന എൻട്രികൾ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യണം. ആദ്യത്തെ കേസിൽ വരുന്ന ബാങ്ക് ഏതായിരിക്കും? ഷെയർ ആപ്ലിക്കേഷൻ പൈസയാണ് ബാങ്കിൽ വരുന്നത്. പിന്നീട് അലോട്ട്മെന്റ് പൈസ ബാങ്കിൽ വരുന്നു. പിന്നീട് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ബാങ്കിൽ വരുന്നു. ഈ 3 എൻട്രീസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ആദ്യം ടു ഷെയർ ആപ്ലിക്കേഷനായിട്ട് എത്ര ബാങ്കിൽ വന്നു? ജേണൽ എൻട്രി ഇങ്ങനെയാണല്ലോ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ 15,000. വീണ്ടും അടുത്ത സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് വരും? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ അലോട്ട്മെന്റ്. അവിടെ 35,000. മൂന്നാമത്തെ സ്റ്റേജിൽ ഇവിടെ ഉണ്ടല്ലോ ലാസ്റ്റത്തെ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 25,000. അത് സിമ്പിളാണ്. ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 75,000 ടോട്ടൽ കിട്ടിയത്. അപ്പോൾ ബാങ്കിലെ ബാലൻസ് എത്രയായിരിക്കും? ബൈ ബാലൻസ് ക്യാരി ഡൗൺ 75,000. ഓക്കെ. ഇനി ഇതിൽ പിന്നെ ഒരു അക്കൗണ്ട് വരുന്ന ഇത് പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതാണ് അതിനെ പറ്റിയുള്ള നമ്മൾ ഈ ഒരു പോർഷനിൽ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് റിസർവ് അക്കൗണ്ട് ഉണ്ട്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഒരിടത്ത് മാത്രമേ ഉള്ളൂ ആ ക്രെഡിറ്റ് വന്നത് അല്ലേ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി വന്നിരുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബൈ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് വരും. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ഇങ്ങനെയല്ല വായിക്കേണ്ടത്. ബൈ ഭാഗം ആദ്യം വായിക്കണം. ഡെബിറ്റ് വരിക. അതാണ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ എഴുതുമ്പോൾ അങ്ങനെ വരും ബൈ ഷെയർ അലോട്ട്മെന്റ്. എത്രയായിരുന്നു? 25,000. അവിടെ തുക എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അലോട്ട്മെന്റ് എന്ന് എഴുതിയിട്ട് ഇപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ പറയാം.
ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നാണല്ലോ ഈ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നത്. ഇവിടെ ഷെയർ അലോട്ട്മെന്റ് നേരെ നമ്മൾ എഴുതിയിട്ടുള്ള എത്രയാണ്? 35,000 ആണ്. പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എത്രയാണുള്ളത്? 25,000 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഷെയർ അലോട്ട്മെന്റിന് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര കൊണ്ടാണ് അതിനെ ചെയ്തിട്ടുള്ളത്? 25,000 കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഉണ്ടാക്കുമ്പം ഷെയർ അലോട്ട്മെന്റിന് നേരെ 35,000 കൊണ്ട് പോയി എഴുതരുത്. എത്ര വെച്ചിട്ടാണ് അതിനെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത്? 25,000 വെച്ചിട്ടാണ്. അപ്പോൾ ആ തുക എഴുതാവും. അങ്ങനെ തെറ്റിപ്പോകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. 25,000 ടോട്ടൽ ഇയർ 25,000. ഇനി ഇവിടെ ബാലൻസ് ചെയ്യുക. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ എത്ര ബാലൻസ് കിടക്കും? 25,000 ബാലൻസ് ഉണ്ടായിരിക്കും. അതിനെ ടു ബാലൻസ് ക്യാരി ഡൗൺ എഴുതുന്നു. ഓക്കെ, ഇത്രയുള്ളത്. ഈ 2 ലെഡ്ജർ അക്കൗണ്ട്സ് മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഇതിൽ ചെയ്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം മനസ്സിലാക്കാനുള്ളത്. ഇനിയുള്ളത് ഫ്രാക്ഷൻ ഷെയർസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.